അടുത്തതായി പിറ്റ്സ്ബർഗ് മലയാളി ആർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന പ്രവാസി കല്യാണം. പ്രേക്ഷക ഹൃദയങ്ങളുടെ നിരന്തരമായ സ്നേഹ അഭ്യർത്ഥനകൾ മാനിച്ചുകൊണ്ട് PMAC അഭിമാന പുരസ്സരം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു പ്രവാസി കല്യാണം. നിങ്ങളുടെ നിർവ്യാജമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഒരു ബെല്ലോടുകൂടി ഇഷ്ടതാരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്. കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇത്തവണ. ഇതെന്തുവാ എല്ലാം ഡോളട്രി? അതവിടുത്തെ ഒരു വലിയ കടയാണ്. ക്രൂ ഔട്ട് അമേരിക്കയിലുള്ള ടീമാണ്. വാർമാർക്കൊന്നും പോരാ, ഇത് സൂപ്പർ ക്വാളിറ്റി. ക്വാളിറ്റി ഡോളട്രി കൊള്ളാം. എടാ ദേ ഇതൊരു എയർ ഫ്രയർ നിനക്കാ. എയർ ഫ്രയർ എന്തുവാ? എടാ ഇതില് മീനൊക്കെ എണ്ണയില്ലാതെ പൊരിക്കാം. എണ്ണ ഇല്ലാതെ മീൻ പൊരിക്കണം? ഈ അമേരിക്കക്കാരുടെ ഒരു കാര്യം. ഇതിനെന്താ ഒരു മീൻ വേണം? അത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കൊള്ളാത്തതായിരുന്നല്ലോ. യൂസ് ഒന്നുമില്ല. ഗുഡ് വിൽ ക്വാളിറ്റി. കൊള്ളാം, പൊളിച്ച്. ഇത് ഇവിടെ ഇരിക്കട്ടെ. എടാ ഇത്തവണ നമുക്ക് എന്തായാലും കല്യാണം നടത്തണം. പ്രായമൊക്കെ കൂടിയടേ. എന്ത് പ്രായമാണ്? നീ ഒന്നിലൊരു അമേരിക്കക്കാരനല്ലേ, പെമ്പിള്ളേർ ചാടി പണ്ടൊന്നും ചാടിയ പോലെ ആയിരിക്കും. അതൊരബദ്ധം. ഇത്തവണ പറ്റി ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെണ്ണിനെ? പെണ്ണിനെയല്ല, പെണ്ണിനെ ഒപ്പിക്കാൻ. ഒപ്പിക്കാനോ? അപ്പൊ കല്യാണം അല്ലേ? എന്റെ പൊൻ അമേരിക്കൻ ചക്ക മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞത്. പുള്ളി വിചാരിച്ചാൽ സംഭവം സെറ്റാ. പുള്ളി പക്ഷെ വിചാരിക്കത്തില്ലായിരിക്കും. എന്തൊരു നെഗറ്റീവ് ആണ് നീ. നമ്മുടെ ശത്രുവായി പുള്ളി വിചാരിച്ചാൽ സംഭവം സെറ്റ്. ഇതൊന്നല്ല ശത്രുവായി. ശത്രുവുമായും കൂടെ എങ്ങനെ മാച്ച് ആവുന്നു? ഒരുമാതിരി അനുവയും മീൻകറിയും പോലുണ്ട്. ഇത് ആള് കില്ലാടിയാ. പുള്ളിയൊക്കെ ഇവിടുത്തെ കല്യാണ വിലസിറ്റ് അല്ല. എന്നാലും വല്ലാത്തൊരു പേര്. മുമ്പൊക്കെയുള്ള അനുഭവം കൊണ്ടൊരു നെഗറ്റീവ് ഫീല്. ഒരു കുഴപ്പമില്ല, ഇത്തവണ സംഭവം സെറ്റ്. നീയല്ലേ പറയുന്നത്, എങ്ങനെ വിശ്വസിക്കാവോ? അതെന്താണോ അതിനെ പറ്റിക്കൂ? ഇല്ലെന്ന് അറിയാമല്ലോ. നീ അതിനൊരു കളഞ്ഞിട്ട് ഉള്ളത് പറഞ്ഞ പോലെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് കൂട്ടിയാൽ മതി. കള ബംഗാളി. അത് ശരി, ഇങ്ങനെ മലയാളം പറയുന്നു. മലയാളിയായി. ഇവിടുത്തെ പഞ്ചായത്ത് പറയുമ്പോ ഭരണകക്ഷി. മലയാളി ആയോ? അതെന്ത്? നിന്നെ പോലെ തന്നെ. നീ നിന്റെ അമ്മയുടെ കൂടെ പോയി അമേരിക്കക്കാരനെ. പുള്ളി മാമന്റെ വന്ന മലയാളിയായി. അവരിപ്പോ ബംഗാളില. ഹിന്ദിയൊക്കെ പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പെരുമാറുണ്ടായിരുന്നല്ലേ. പെരുമാറുള്ള ഹിന്ദി എന്ന് പറയുന്നു. ഇപ്പൊ കൊച്ചിയിലെ പെരുമാറിൽ നിന്ന് ആരാ ഹിന്ദി പഠിച്ചു? ശത്രുഭായ്, ഇതാണ് ഞാൻ പറഞ്ഞ അമേരിക്കൻ ചെറുക്കൻ. സെക്കൻഡ് ഇത്രയും മൂത്തതാണല്ലോ. സാറല്ല, ശരിയാക്കാം. അമേരിക്കയിൽ എന്തെടുക്കുന്നു? ഒരു ഫാസ്റ്റ് ഫുഡ് കമ്പനിയിലായിരുന്നു. ഇപ്പോൾ പുതിയ കമ്പനിയോട്ട് മാറി. ഷീറ്റ്സ് ടെക്സ്റ്റൈൽ കമ്പനി. അറിയാം.
അറിയാമല്ലേ? എന്തൊക്കെയാ ഡിമാൻഡ്? ഒരു ഡിമാൻഡും ഇല്ല. അമേരിക്കയിലൊക്കെ പെണ്ണ് കിട്ടാൻ വലിയ പാടാ. പെണ്ണായിരുന്നോ? അത് കുഴപ്പമില്ല, സറിയാക്കാം. അതല്ല, ശത്രുവായി നോക്കിക്കോളൂ. ശത്രുവായിക്ക് അറിയാമല്ലോ, പ്രവാസികൾക്ക് പെണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിപ്പോ. നിങ്ങൾക്ക് ബംഗാളിലൊക്കെ എങ്ങനെ? എടാ, അതിന് ശത്രുവായി കേട്ടിരിക്കുന്നത് മലയാളി. അയ്യോ, ആണോ? ലവ് മാരേജ്? ഏയ്, അറേഞ്ച്ഡ്. എടാ, നമ്മുടെ കേശവട്ടന്റെ മോളെ ശത്രുവായി കേട്ടിരിക്കുന്നത്. MBA കല്യാണമായിരുന്നു, 3 വട്ടം പായസമൊക്കെ ആയി. 100 പവൻ മാത്രമേ അവർ തന്നുള്ളൂ. പെണ്ണ് കാണാൻ നല്ല സുന്ദരിയായതുകൊണ്ട് ഞാനങ്ങ് കിട്ടി. പിന്നെ സ്ത്രീധനം നമ്മൾ വാങ്ങരുതല്ലോ. ഒറ്റ മോളാണ്. ഇപ്പോഴാണ് ഇവൻ ശരിക്കും ശത്രുവായത്. ശരി, ഒരു നല്ല കേസുണ്ട്. സുന്ദരിയ, വ്യാഴാഴ്ച അവിടെ വരെ ഒന്ന് പോകാം. പോകാം അല്ലേ? നിന്നെ കൂട്ടണമെന്നാണ്. എന്തുവാടാ നീ? അതെന്താ അങ്ങനെ? പണ്ടിതുപോലെ ഒരു കല്യാണം ഉറപ്പിച്ചതാ. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എല്ലാം കൊണ്ട് കൊടുക്കാൻ പോയി ഇവൻ അവളെ കെട്ടി. അയ്യതാ മാറി. അതൊരബദ്ധം. പിന്നെ അല്ലാതെ അതിനെന്താ കണ്ണന്തിരവാടാ നീ കാണിച്ചേ? അതങ്ങനെ പറ്റിപ്പോയി ശത്രുവായി. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് ഉറപ്പിച്ചോളത്താ പോയത്. അതും പോയോ? പിന്നല്ലാതെ ഞാനായിട്ട് മുൻകൈയിട്ട് ഉറപ്പിച്ചതാ അത്. അടുത്ത വരാതെ കെട്ടാന്ന് പറഞ്ഞ് ഇവൻ പോയി. വേണ്ട, നിർത്ത്. അല്ല, പറയട്ടെ. അമേരിക്കയിൽ നിന്ന് ഫോണിൽ ചൊല്ലി കയറി ചേട്ട പെണ്ണിനെ ശരീരം നോക്കാൻ ജിമ്മിൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്തായി? എന്താകാൻ? ഏതോ ജിമ്മിൽ അവളെ കൊണ്ടുപോയി. ഇവനെ പ്രോട്ടീൻ പൗഡർ കൊണ്ടാണ് അവള് പോയത്. നീ അടിപൊളി. അപ്പൊ ഇത്തവണ ആ പരിപാടി വേണ്ട. പെണ്ണിനെയും കണ്ട് കെട്ടിയിട്ട് പോയാൽ മതി. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ ഒരു 10 മണിക്ക് ഇങ്ങ് പോരെ? ഏറ്റു. അങ്ങനെ പെണ്ണ് കാണൽ കഴിഞ്ഞു. നാളെയാണ് ആ സുദിനം, സൈജുവിന്റെ കല്യാണം. ഹലോ, റോക്കി സ്റ്റൈലിംഗ് സലൂൺ. മനസ്സിലായി. പറയൂ. ആർക്കും എന്നെ അങ്ങോട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കേട്ടോ. അറിയില്ല. അതാണ് റോക്കീസ് ഫേഷ്യൽ ചെയ്ത ആള് കംപ്ലീറ്റ് മാറി. അതെ, ആദ്യം എന്റെ വീട്ടിൽ പോലും ആർക്കും മനസ്സിലായില്ല. എന്റെ മോന്റെ ആകെ കരിവാളിച്ച് നാശമായി അവന്റെ ഒരു ഫേഷ്യല്. അങ്ങനെയാണ് റോങ് നമ്പർ. ഇതൊന്നും കട്ട് ചെയ്യാൻ നടപടിയാവില്ല. സ്വിച്ച് ഓഫ് തന്നെ വേണം, അല്ലെങ്കിൽ തെറിയും വിളിയും വന്നുകൊണ്ടേയിരിക്കും. ഈ കിളിയോണ്ടാണ് നീ എല്ലാം ശരിയാക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. ആള് പുലിയ. റോക്കി ബായ് നിന്നെ ഒരു മേക്ക് ഓവർ ചെയ്തെടുക്കും. നീ നോക്കിക്കോ. റോക്കി ബായ്, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, കിട്ടുന്നില്ലല്ലോ. ഇന്നലെ ഒരു ഫേഷ്യൽ ഉണ്ട്. അടുത്ത ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതെന്താ? അതുകൂടെ നിങ്ങളെന്താ ഇവിടെ? ആർക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം. അപ്പൊ നാളെ ഫോൺ സ്വിച്ച് ഓഫ്. ഇത് സൈജു, അമേരിക്ക അവധിക്ക് വന്നതാ. അപ്പൊ എന്താ പരിപാടി? യൂട്യൂബ് കല്യാണോ? കല്യാണം. ഓ, മോള് കല്യാണം. അല്ല, എന്റെ എത്ര പ്രായമുള്ളൂ? 39. എന്നിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. അവൻ അമേരിക്കനല്ലേ, അങ്ങനൊക്കെ അങ്ങ് നീണ്ടുപോയതാ. ഓ, അത് ശരി. അമേരിക്ക ആണെങ്കിൽ ആട്ടെ. പെണ്ണെത്ര പ്രായമുണ്ട്? 24. എന്നെ അക്രമമാടാ. അതുകൊട്ടെ, ഞാനെന്താ ചെയ്യണ്ടേ? ഈ മുടി എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളത് പറഞ്ഞാണ് തൊടാതിരിക്കുന്നത് നല്ലത്. ഒരു മിലിറ്ററി അടിച്ചല്ലോ. ഞാൻ ടച്ചിങ്സ് എടുത്തിട്ട് വരാം. അയ്യോടാ, പൂച്ചത് മിലിറ്ററിയുടെ കാര്യമല്ല, മിലിറ്ററി കട്ടിനെ പറ്റിയാ പറഞ്ഞത്. ഇവ എന്ത് അമേരിക്കയാടാ? എന്തോ നാടാ, ചുമ്മാ
ഇങ്ങനെ കുറെ എണ്ണം. നാടിനും ഗുണമില്ല, വീടിനും ഗുണമില്ല. സഹിച്ചുവേ, നാളെ കല്യാണമല്ലേ, നമുക്ക് ഈ ഉണ്ണി അങ്ങ് കരിച്ചു കളഞ്ഞാലോ? അയ്യോ കഴുത്തിലെ പാലുണ്ണി കരിച്ചാലോ എന്ന്. ഓ അതോ, ഫേഷ്യൽ എങ്ങനെയാ വേണ്ടത്? അത് പോയി ഇവന്റെ കവള നകത്തതാക്കി മൂക്കൊന്ന് ഷേപ്പ് ചെയ്ത് താടി ഇത്തിരി മേലോട്ട് തള്ളിയ മോന്തി ഒന്ന് സെറ്റ് ചെയ്യാം. നീ കണ്ടേ ആ എഴുതി വെച്ചേക്കുന്നത് വായിച്ചേ. റോക്കീസ് സ്റ്റൈലിംഗ് സലൂൺ. അതല്ലാതെ ലേത്ത് ഷോപ്പോ ഹോസ്പിറ്റലോ അല്ലല്ലോ. ഈ പറഞ്ഞതിന് അവിടെയൊക്കെ പോയേ പറ്റൂ. എന്നാ പോട്ടെ, ഇവനെ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ലുക്കിലാക്കാൻ പറ്റും. അത് വേണ്ട, മറ്റേത് മതി. അതല്ല മറ്റേത്. ഇത് മതി. എന്താ? അല്ല, ഇത് എവിടുന്ന് തുടങ്ങണമെന്ന് നോക്കിയതാ. സമയമെടുക്കുന്നുണ്ടെങ്കിൽ വേണ്ട. സമയമെടുക്കും. നമുക്കിത് പ്രായം കുറച്ചാണ്, ഒരു 35. 35? ഇത്തിരി കൂടെ തുടങ്ങട്ടെ. പെണ്ണിന് 24 ഉള്ളൂ. ഒരു 24 എത്തിച്ചാലോ? അയ്യോ അത് വേണ്ട. അയ്യോ എന്താ പറ്റി? അത് ഒത്തിരി അടുത്തായിപ്പോയി. ചേട്ടാ എന്നൊക്കെ വിളിച്ചു കളയും. അത് ശരിയാ, 30 താത്തണ്ട. അതെ, 30 നിർത്താം. ചുരുക്കി പറഞ്ഞ അംബാസിഡർ പണിഞ്ഞ് ബെൻസ് ആക്കണം. ഓക്കെ, അപ്പൊ ഒരു 30 എത്തിച്ച് നിർത്തിയേക്കാം. എന്നാ ആ പാക്കം കിടാം. സൂക്ഷിക്കണേ, 30 താഴേക്ക് പോകരുത്. ഇല്ല, ഞാൻ 30 നോക്കി പിടിച്ചോളാം. അപ്പൊ ഞാനേ നമ്മുടെ ശത്രുവായി ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോയി കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കി തരാം. അയ്യോടാ, വെള്ളരിക്ക തിന്നോ? വെള്ളരിക്കയിലൊക്കെ ഇങ്ങനെ മുറിച്ച് നമ്മൾ സാലഡായി കഴിക്കും. എടോ സൈജുവേ, അത് കണ്ണി വെക്കാനുള്ളതാ. അയ്യോ, എന്നാ എനിക്ക് 2 വെള്ളരിക്കതാ, കണ്ണി വെക്കാം. സോമണ്ണ ഓ ഡാടാ, റോക്കി ബായ്. ആ റോക്കി ബായ്, കുറച്ച് പൈസ കടമായിട്ട് വേണമായിരുന്നു. എത്രയാടാ? 500. എൻ്റെ 10 നോട്ട്. എത്ര? 5000? കൊള്ളാലോടാ നീ. ആട്ടെ, നിനക്ക് എന്തിനായി പൈസ? നാളെ ഒരു കല്യാണം ഉണ്ട്. ആ കല്യാണത്തിന് 5000 ഒന്നും കൊടുക്കണ്ട, ഒരു 500 കൊടുത്താൽ മതി. ഹാ, അതല്ല ബായ്, കല്യാണം എൻ്റെ കാമുയുടേതാ. ആ അപ്പം കൊടുക്കണം. പിന്നെ നീ പോയി ഡാൻസ് കൂടെ കളിക്കണം. ഉളുപ്പുണ്ടാടാ എനക്ക്. അയ്യോ അല്ല ബായ്, ഇന്ന് ഞങ്ങൾ ഒളിച്ചു, അതാണ് പ്ലാൻ. എടാ അതെന്ത് ചതിയാടാ? നിനക്ക് കുറച്ചു മുമ്പേ അതിനെ കൊണ്ട് പൊയ്ക്കൂടായിരുന്നോ? ഇതൊരുമാതിരി. ഇപ്പോഴല്ല സ്വർണ്ണമൊക്കെ കിട്ടത്തുള്ളൂ. നാളെ 10-നും 10:30 ഇടയ്ക്കാണ് കല്യാണം. എന്നാലും ചെറുകനെ പറ്റിക്കില്ലടാ. അവൾ പറയേണ്ട അവനൊരു മണ്ടൻ ഗുണാപ്പിയാണെന്നാ. ആണോ? എന്നാ കുഴപ്പമില്ല. ആട്ടെ, പെണ്ണോടുള്ള തെക്കേമുറി ഭാഗത്തുള്ളതാ, അമ്പലത്തിന്റെ വടക്ക് ഭാഗത്ത്. 2 ചേട്ടന്മാർക്ക് ഒറ്റ പെങ്ങളാ. ആള് നല്ല സുന്ദരിയാ, എന്റെ ബെസ്റ്റിയാ. ആ ബെസ്റ്റി ആണല്ലോ ഇപ്പത്തെ ട്രെൻഡ്. വേഗം വിട്ടോ, അവളുടെ അങ്ങനെയുള്ള കൈപ്പെടാതെ വെക്കോ. ഓക്കെ ബായ്. എന്നാ പറയുന്ന നാളെ കെട്ടടക്കാനുള്ള പെണ്ണിനെ അടിച്ചോണ്ട് പോകാൻ പോകുന്നു. ആ ഉണങ്ങിയായിരുന്നോ? അതെ, അവിടെ ഒരാൾ സംസാരിച്ചില്ലേ, അത് എന്റെ കല്യാണത്തെ കുറിച്ചാണോ എന്നൊരു സംശയം. നാളെയല്ലേ കല്യാണം? അതിനെന്താ, നാളെ വരെ എത്ര കല്യാണം കാണും? നാളെ 10-നും 10:30 ഇടയ്ക്ക്. അതിപ്പോ നാളത്തെ മുഹൂർത്തമായിരിക്കും, അത്രേ ഉള്ളൂ. തെക്കമൊരു ഭാഗത്ത് ഇവന്റെ വീട് അമ്പലത്തിന്റെ വടക്കുവശം. ഈ അവളുടെ പെണ്ണിന് 2 ചേട്ടന്മാര്. അതെ, അജി ബിജി. വേറെ ചേട്ടന്മാരായിരിക്കൂടാ. അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ പറ്റി എന്തോ പറഞ്ഞേ? ഒരു മണ്ടൻ കൊണാപ്പി ആയിരിക്കും. മണ്ടൻ കണാപ്പി എന്നോ? ഉറപ്പിക്കണം, നിന്റെ പെണ്ണുണ്ട്. എടാ, ഒന്ന് ഉറപ്പിച്ചിട്ട് പോരെ. വേണ്ട പെണ്ണു, അവളെ ഇനി ശരിയാവില്ല. അത് ശരിയാ. എന്നാ ഫോൺ വിളിച്ചവളുടെ കണ്ണുകൊണ്ടുന്ന രീതി കണ്ട് തെറി വിളിക്കണം.
എനിക്ക് തെറിയൊന്നും അറിയില്ല. 39 വയസ്സായ തനിക്ക് തെറിയൊന്നും അറിയില്ലെന്നോ? നാളെ ഇല്ലല്ലോടോ. ഡൈലി ചെയ്യും, ഞങ്ങൾ വിളിക്കാൻ പോയി. നീ വരികടാ, ബാക്കി ഞാനേറ്റു. ഡാ, ഞാൻ ഡീൽ ചെയ്യടാ. ഒരു 10 പവൻ ഇത് പറഞ്ഞ് കൂട്ടി ചോദിക്കാം. ആ പോടും. താൻ വീണോ സജു? ഹലോ. എടീ, വഞ്ചനയുടെ ലാൻസയുടെ മുദ്ര ചെയ്യുന്ന ദുഷ്ടേ, നീ ഒരു വഞ്ചകയാണ് കൂടി. നിന്റെ അച്ഛൻ വഞ്ചകൻ. എടീ, എന്റെ അമ്മോ, ഇവിടെ എന്താ സംഭവിച്ചത്? സൈജുമാരെ ഇത് എവിടത്തേക്ക് തെറിയാടാ? ഇത് അവിടെ കസ്റ്റമേഴ്സൊക്കെ വിളിക്കാൻ തെറിയണം. എന്തോ ഒരു മുളക്കം പോലെ. എടാ കുമാരേ, ഇതാണ് എന്റെ ബെസ്റ്റ് കിട്ടാന്ന് ചെറുക്കൻ. അയ്യോ ചേട്ടാ, ക്ഷമിക്കണം. ഞാൻ അവനത് ഇങ്ങനെയൊക്കെ ആവുന്ന പ്രതീക്ഷിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കണം ചേട്ടാ. സാരമില്ല, ഇത് എന്റെ ബാഡ് ലക്കാണ്. ഡാ, ഒന്നുകൂടെ പറഞ്ഞ ആ പെണ്ണിന്റെ പേര്. അനിത. ആരാ അനിത? നീ കെട്ടാൻ തീരുമാനിച്ചത് സിജിയാണ്. അയ്യോ, അത് ശരിയാണ്. അപ്പൊ ഇത് വേറെ വേണം. അയ്യോ, അപ്പൊ ഇത് വേറെയാണോ? എന്റെ കല്യാണം. അയ്യോ, പെട്ടെന്ന് വിളിച്ച് അവളോട് തമാശയായിരുന്നു പറ. ശത്രുപോയി എങ്ങനെയൊക്കെ വിളിച്ച് ശരിയായി. ശത്രുപോയി പ്രാങ്കാരെന്ന് പറ. ഇവരല്ലാതെ ആരെങ്കിലും വിളിച്ച് ഇങ്ങനെ തെറി പറയോ? ഇവിടെ താനാണോ വിളിച്ചത് പറയാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോളൂ, അതെല്ലാം പറയും. പോടോ. ആ തമാശ. അയ്യോ, അതെ അതെ, പ്രാങ്ക് പ്രാങ്ക്. ആ ആ ആ ആ ആ ആ. ഇത്രേ ഉള്ളൂ, കാര്യമൊക്കെ ആയില്ലേ? അവളെന്ത് പറഞ്ഞു? ഇവനോട് പോയി സാവാൻ പറഞ്ഞു. അവരുടെ കയ്യിലങ്ങനെ കിട്ടിയാൽ ഇവനെ തള്ളിക്കൊല്ലും. പ്രാങ്കാണെന്ന് പറഞ്ഞില്ലേ? പ്രാങ്കല്ല, ഇവന് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞത്. ഒരു അമേരിക്കൻ ഭ്രാന്തൻ.